എല്ലാ വഴികളും അടഞ്ഞു എന്ന് നിങ്ങളുടെ സ്വാഭാവിക മനസ്സ് നിങ്ങളോട് പറയുമ്പോഴും ഈ വേദപുസ്തകം നിങ്ങളോട് പറയുന്നു, വഴികൾ അടഞ്ഞിട്ടില്ല. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ വാതിലാണ്. സ്വർഗത്തിൻ്റെ വാതിൽ, അനുഗ്രഹങ്ങൾ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അനുഗ്രഹത്തിൻ്റെ വാതിലാണമ്മ. അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലും പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ അടഞ്ഞു പോകാൻ സമ്മതിക്കില്ല കേട്ടോ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ വിമല പാതയിൽ എന്ന ശാലോമിൻ്റെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. നിങ്ങളും ഞാനും പങ്കെടുക്കുന്നത് ഒരു ചടങ്ങായിട്ട് മാത്രമല്ല, ഇതൊരു നിയോഗത്തോടെയാണ്. എന്ത് കാര്യവും നിയോഗത്തോടെ പങ്കെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാറുണ്ട്. ഒരുപക്ഷെ ഈ 2 ദിവസങ്ങൾ, നിങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ നിയോഗത്തോടെ അല്ല പങ്കെടുത്തതെങ്കിൽ ഇപ്പോൾ മുതൽ ആ നിയോഗമൊന്ന് സ്വീകരിച്ച് ആ നിയോഗത്തിൽ ആ ജപമാല സഖ്യത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. 3-ാമത്തെ ദിവസമായി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരാത്മീയ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി നിങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ എല്ലാം പ്രാർത്ഥനയിലൊന്ന് ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ച് ഈ ശുശ്രൂഷയിലൂടെ കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുവാൻ ഒന്ന് മനസ്സിനെ, ചിന്തയെ, ആത്മാവിനെ എല്ലാം ഒന്ന് ഒരുക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ചില ദൈവാനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യുന്ന നല്ല നിമിഷങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ മുതൽ ഏറ്റവും പ്രായമുള്ള ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും സ്നേഹത്തോടെ കാണുന്നു. ഈ വചനം ഇങ്ങനെ ഒരു ടി വിയിലൂടെയോ ക്യാമറയിലൂടെ പറയുമ്പോൾ ഇത് ഒന്നും മനസ്സിലാക്കാതെ അല്ല പ്രസംഗിക്കുന്നത്. നിങ്ങൾ വേദനയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വചനം നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എവിടെയൊക്കെയോ നിങ്ങൾ മനസ്സ് തളർന്നിരിക്കുകയാണെന്ന് മനസ്സിൽ തോന്നിച്ച ആ ഒരു സാഹചര്യത്തിൽ അതേ വേദനയോട് പങ്കുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നത്. ലോകത്തിൻ്റെ കവിതകളോ കഥകളോ അല്ല ഈ മൈക്രോഫോണിലൂടെ നിങ്ങൾ കേൾക്കുന്നത്, ഈ മാധ്യമത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. ഇത് സത്യദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനമാണ്. അതിന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിവുള്ളതാണ്. നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 3-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ജപമാല പ്രാർത്ഥനയുടെ ലുത്തിനിയായിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് സ്വർഗത്തിൻ്റെ വാതിലെ. വാതിൽ. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വർഗത്തിൻ്റെ വാതിലെ. നമ്മളെ, എന്നെ, നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് കയറ്റുന്ന വാതിലാണ്. സ്വർഗത്തിൻ്റെ വാതിലാണ് പരിശുദ്ധ അമ്മ. ആ വാതിൽ അടഞ്ഞു പോകാൻ, ആ അടച്ചു കളയാൻ ലോകത്തിലെ പല ശക്തികളും ശ്രമിക്കുന്നുണ്ട്, ആ വാതിൽ അടയ്ക്കാൻ. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ തണലിലായിരിക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു ചെറിയ വാതിൽ പോലും അടഞ്ഞു പോകാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കത്തില്ല. അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അടഞ്ഞു പോകത്തില്ല. അടയാൻ പലരും അടയ്ക്കാൻ ശ്രമിച്ചാലും അതടഞ്ഞു പോകാൻ അമ്മ സമ്മതിക്കത്തില്ല. സ്വർഗത്തിൻ്റെ വാതിൽ, അനുഗ്രഹത്തിൻ്റെ വാതിൽ. വാതിലിൻ്റെ ഒക്കെ വില വളരെ വലുതാണ്. നമ്മുടെ സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ പോലും വാതിൽ എത്രയോ പ്രാധാന്യമുള്ളതാണ്. ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീട്ടുകാർ എത്രയോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ വീടിൻ്റെ വാതിൽ, കട്ടിള, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിൻ്റെ വാതിലിനെ കുറിച്ചാണ് പറയുന്നത്. വീട് വയ്ക്കുമ്പോൾ മേടിച്ചു വയ്ക്കുന്ന ഇത്ര ലക്ഷം രൂപയുടെ വാതിലിനെ കുറിച്ചല്ല, അനുഗ്രഹത്തിലേക്ക് നമ്മളെ കയറ്റുന്ന സ്വർഗത്തിൻ്റെ വാതിലിനെ കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ചിലർ പറയാറില്ലേ, എൻ്റെ മുമ്പിൽ ഒരു വഴിയും ഇല്ല കേട്ടോ, എൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തത്
കയറെടുത്ത് കഴുത്തിലിട്ട് മരിച്ചത് അവരുടെ ഒറ്റ നോട്ടത്തിൽ അവരുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ്. ചിലർ ഈ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയത് ചിലർ എഴുതി വച്ചിട്ടാണ് മരിച്ചത്. അവരുടെ ഡയറിയിൽ ഒരു പേപ്പറിൽ എഴുതി വച്ചിരുന്നു, അവർ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മുമ്പിൽ ഒരു വഴിയുമില്ല, എൻ്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു. അങ്ങനെ പറയരുത്. നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും അടഞ്ഞിട്ടില്ല. എല്ലാ വഴികളും അടഞ്ഞു എന്ന് നിങ്ങളുടെ സ്വാഭാവിക മനസ്സ് നിങ്ങളോട് പറയുമ്പോഴും ഈ വേദപുസ്തകം നിങ്ങളോട് പറയുന്നു, വഴികൾ അടഞ്ഞിട്ടില്ല. ദൈവം വഴികളെ തുറക്കും. ഈ 3-ാം ദിവസം വഴി തുറക്കുന്നൊരു ദിവസമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ഫലമായി അടഞ്ഞ വഴികൾ തുറന്ന് ഒരു നല്ല വാതിൽ അവിടെ ഉണ്ടാവും. നല്ലൊരു വഴി ദൈവം നമുക്ക് ഒരുക്കും. എന്ത് കാര്യത്തിലാണ് വഴി അടഞ്ഞെന്ന് തോന്നിയത്? ജീവിതത്തെ നോക്കിയിട്ട് ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഈ വഴി അടഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ആ വാതിൽ ദൈവം നിങ്ങൾക്ക് തുറക്കും. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കും. അങ്ങനെ ഒരു അത്ഭുതം നടക്കുമ്പോൾ അത് വീട്ടിൽ തന്നെ പറയരുത്. നിങ്ങൾ ശാലോമിലേക്ക് വിളിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹം ഉണ്ടായെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ അറിയിക്കണം. ഈ നിമിഷം അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ അടഞ്ഞ വഴികളെ പ്രാർത്ഥനയിൽ കണ്ടുകൊണ്ടാണ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചിലർ പറയുന്നു, എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കാൻ, ആ വാതിൽ അടഞ്ഞു കിടക്കുവാണ്. അല്ല, ആ വാതിൽ ദൈവം തുറക്കും. അതിന് സാധ്യതകളില്ലെന്ന് തോന്നിയാലും ദൈവം തുറക്കും. കാരണം പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ വാതിലാണ്. സ്വർഗത്തിൻ്റെ വാതിൽ, അനുഗ്രഹങ്ങൾ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അനുഗ്രഹത്തിൻ്റെ വാതിലാണമ്മ. ആ വാതിൽ അടയാൻ സമ്മതിക്കില്ല. ഒരുപാട് പേരുടെ ജീവിതങ്ങളുടെ അടഞ്ഞ വഴികളെ തുറന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 16:9 എഴുതിയിരിക്കുകയാണ്, ഫലപ്രദമായി പ്രവർത്തനിക്കാൻ ദൈവം എനിക്കൊരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. ചുമ്മാ ആരോ ഒരു പുസ്തകം ലൈബ്രറിയിൽ എടുത്ത് വായിച്ചപ്പോൾ കിട്ടിയിട്ട് പോയിന്റ് കുറിച്ച് വെച്ചതല്ല. ഒരാളുടെ അനുഭവം പൗലോസ്ലീഹ പറയുവാണ്, ഫലപ്രദമായി പ്രവർത്തിക്കാൻ. ചുമ്മാ എന്തേലും പ്രവർത്തിക്കാനല്ല, വിജയിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്യാൻ. അതാ ഫലപ്രദമായ പ്രവൃത്തികൾ ചെയ്യാൻ ദൈവം എനിക്കൊരു വലിയ വാതിൽ തുറന്നിരിക്കുന്നു എന്ന്. ഇത് നിങ്ങൾക്കും പറയാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കുന്ന, നിയോഗം വച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളും പറയും, എനിക്കും ദൈവം ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഒരു വാതിൽ തുറന്നു തന്നു എന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വാതിൽ ദൈവം തുറക്കും. നിങ്ങളുടെ ഭാവിയെ നോക്കി ദൈവം പറയുന്നു, ഈ വാതിൽ തുറക്കും. നിങ്ങൾ തള്ളി നോക്കിയിട്ടും മുന്തി നോക്കിയിട്ടും ആരോഗ്യം വെച്ച് നോക്കിയിട്ടും സ്വാധീനം വെച്ച് നോക്കിയിട്ടും ഒക്കെ ഇത് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ചവിട്ടി നോക്കി കുത്തി നോക്കി തുറക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളാകെ പേടിക്കുന്നു. ദൈവത്തിന് തുറക്കാൻ പറ്റും. വിശ്വസിക്കുന്നെങ്കിൽ ഈ വാതിൽ തുറന്നിരിക്കും. പൗലോസ്ലീഹ പറഞ്ഞു, ഫലപ്രദമായി പ്രവർത്തിക്കാൻ. അതാണ് വെളിപാട് ഗ്രന്ഥം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ മുമ്പിൽ ഒരു വാതിൽ സ്ഥാപിച്ചു എന്നല്ല, ആർക്കും പൂട്ടാൻ ഒക്കത്തില്ലെന്ന്. പലരുടെ ആഗ്രഹമാണ് അവനെ ഒന്ന് പൂട്ടണം, ആ വീടിനെ പൂട്ടണം. പുറത്ത് പറഞ്ഞില്ലേലും ചില ബന്ധങ്ങളിൽ നിന്ന് പറയും, അവനെ നമുക്ക് പൂട്ടണം. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, ആർക്കും പൂട്ടാൻ കഴിയാത്ത വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പൂട്ടാൻ ഒരു മന്ത്രവാദി വിചാരിച്ചാൽ ആ വാതിൽ, ദൈവം നിനക്കായി തുറന്ന വാതിൽ പൂട്ടാൻ പറ്റില്ല. അത് പൂട്ടാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൻ്റെ വാതിലേ, അനുഗ്രഹത്തിൻ്റെ വാതിലാണത്. ദൈവം ഇന്ന് നിങ്ങളോട് ഈ 3-ാം ദിവസം, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയുടെ 3-ാം ദിവസം, ഒരു കുടുംബത്തിന് വേണ്ടി, ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അനുഭവങ്ങളൊന്നും അല്ല പറയുന്നത്, വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ് ഓരോ അക്ഷരങ്ങൾ പെറുക്കി വ്യാഖ്യാനിച്ച് നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്നൊരു പ്രവാചകനാണ് ഏലിയ എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവം പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോയി സറേഫാത്തിൽ താമസിക്കുക. ഏലിയായ്ക്ക് ഈ സ്ഥലവും വലിയ പരിചയമില്ല, ആ നാടും വലിയ പരിചയമില്ല. ഏലിയായോട് പറഞ്ഞു, നീ പോയി ഞാൻ പറയുന്ന സറേഫാത്തിൽ പോയി താമസിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കഥയാണ്, എന്തുവാ ഇത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, വായിച്ചിട്ടില്ലല്ലോ, ഇതെവിടുന്നാണ് പറയുന്നത്, അങ്ങനെയുള്ള സംശയങ്ങൾ മാറ്റാൻ നിങ്ങളുടെ കൈകളിൽ തുറന്നൊരു ബൈബിൾ ഉണ്ടായിരിക്കട്ടെ. ആ ബൈബിൾ തുറന്നു വയ്ക്ക്. എന്നിട്ട് പേജ് അല്ലെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം എടുത്തു വയ്ക്ക്.
എന്നിട്ട് ഈ വാക്യങ്ങൾ പറയുമ്പോൾ അതിലൂടെ നിങ്ങളുടെ കണ്ണുകൾ ഓടിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പേന കൊണ്ട് അത് രേഖപ്പെടുത്തി വയ്ക്കുക. നാളെ ഒരു സമയത്ത് ഈ വചനം നിങ്ങളോട് സംസാരിക്കും. അടഞ്ഞ വാതിൽ ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം തുറക്കാൻ കണ്ട ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. ഏലിയ അവിടെ ചെന്നപ്പോൾ ഏലിയായ്ക്ക് സംശയം, ഫുഡ് എങ്ങനെ കഴിക്കും, വെള്ളം അവിടെ കിട്ടും, മഴ വരുമ്പോൾ കയറിക്കിടക്കാൻ വീടുണ്ടോ? അപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ ഒരു വിധവയുണ്ട്, വിധവ, അവരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഏലിയ സറേഫാത്തിലേക്ക് പോകുമ്പോൾ കാണുന്നത് ഒരു സ്ത്രീ വിറക് പെറുക്കുന്നതായി കണ്ടു. അതെഴുതിയിരിക്കുന്നതാണ് 10-ാമത്തെ വാക്യം. പട്ടണത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ അടുത്തു ചെന്നിട്ട് ചോദിച്ചു, കുറച്ച് കുടിക്കാൻ അല്പം വെള്ളം തരാമോ? ഞാൻ ദൂരെ നിന്ന് വരികയാണ്, എൻ്റെ കയ്യിൽ കുടിക്കാൻ വെള്ളമില്ല, കുറച്ച് വെള്ളം തരാമോ എന്ന് ഈ സ്ത്രീയോട് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, തരാം, അതിനെന്താ കുഴപ്പം, ഞാൻ ഇപ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ആ സ്ത്രീയെ പ്രവാചകൻ വിളിച്ചു. ഹലോ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇച്ചിരി അപ്പം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായി പറയുന്നൊരു കാര്യമായിട്ട് അവിടം വരെ നമുക്ക് കാണാം. അപ്പോൾ ഏലിയ പ്രവാചകൻ ഈ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ചോ ഇപ്പോഴെ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. ചോദിച്ചത് കുറച്ച് വെള്ളവും കുറച്ച് അപ്പവുമാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഒരല്പം ബുദ്ധിമുട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവും വലിയൊരു പ്രതിസന്ധിയിലാണ്, ഞങ്ങൾ ആത്മഹത്യയുടെ മുമ്പിലാണെന്ന് അങ്ങേക്കറിയാമോ? എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞ അവസ്ഥ ഏതൊരു വ്യക്തിയുടെയും കരളലിയിപ്പിക്കുന്ന, കണ്ണീരണിയിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇതാണ് പറഞ്ഞ വാക്ക്, 11-ാമത്തെ വാക്യം. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ പറഞ്ഞു, കുറച്ചപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേൽ എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളിവിറക് പെറുക്കിയാണ്. ഇത് കൊണ്ടു ചെന്ന് അപ്പമുണ്ടാക്കി ഞാനും എൻ്റെ മകനും കഴിക്കും, പിന്നെ ഞങ്ങൾ മരിക്കും. അപ്പം ഉണ്ടാക്കി ഭക്ഷിക്കും, മരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടേ, ഈ വചനം തുറന്ന ബൈബിൾ നിങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ. മരണത്തിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് പ്രവാചകൻ ഈ വ്യക്തിയെ കാണുന്നത്, മരണത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ നോക്കൂ, ഈ വിധവയായ സ്ത്രീയെ, തകർന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ അടുത്തേക്ക് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ വാതിൽ തുറക്കാൻ, അവളുടെ ജീവിതത്തെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, പുതിയൊരു അധ്യായം കൂട്ടിച്ചേർക്കാൻ ദൈവം പ്രവാചകനെ അയച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ ശുശ്രൂഷ ശാലോമിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിക്കാൻ ദൈവം അയച്ചതാണിത്. ഈ പ്രവാചകനെ ദൈവം ഈ വിധവയുടെ അടുത്തേക്ക് അയച്ചത് ഒരു വഴി തുറക്കാനാണെങ്കിൽ, ഈ ശുശ്രൂഷയെ, ഈ പ്രോഗ്രാമിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചത് ഒരു വഴി തുറക്കാൻ ദൈവം അയച്ചതാണെങ്കിലോ? ഓരോ വചനവും അങ്ങനെയാണ്, ഒന്നും യാദൃശ്ചികമല്ല. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഈ പ്രവാചകൻ ഇങ്ങനെ പറയുക, ഞാൻ ആ നാട്ടിലേക്ക് പോവില്ല, പിന്നെ എവിടെ പോയി താമസിക്കാനാവും, എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഒരു വീട്ടിൽ കുറച്ച് മണിക്കൂറുകൾക്കകം 2 പേർ മരിച്ചിരുന്നേനെ. അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം കഴിഞ്ഞാൽ ഉടനെ അവർ ആത്മഹത്യക്കിരിക്കുകയാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി 2 വിറക് കൊണ്ട് തീ കത്തിച്ച് കുറച്ച് മാവ് എണ്ണ എടുത്തെല്ലാം അപ്പം ഉണ്ടാക്കി മരിക്കും, ആത്മഹത്യ ചെയ്യുമെന്ന്. മരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ ദൈവം അവരുടെ ജീവിതത്തിൻ്റെ ഒരു വാതിൽ തുറക്കുവാണ്. മരിക്കരുത്, തകർന്നു പോകരുത് എങ്ങെന്നും പറഞ്ഞൊരു വാതിൽ തുറക്കുവാണ്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, ഏലിയ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം പോയി ഒരപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരിക. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ വാക്യം, ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും കാണാൻ പറ്റും ദൈവം അയച്ച മനുഷ്യനിലൂടെ ഒരു വാതിൽ ആ വീട്ടിൽ ദൈവം തുറക്കുന്നത്. അവർ ആത്മഹത്യ ചെയ്തു എന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ആത്മഹത്യ ചെയ്ത് വായിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇത് കേൾക്കുമായിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഈ വചനം ഞാൻ ഒരാളോട് പറഞ്ഞപ്പം അയാളുടെ സഹോദരൻ ആത്മഹത്യ ചെയ്താണത്രേ. അപ്പോൾ പറഞ്ഞ്, ഈ വചനം എൻ്റെ സഹോദരൻ കേട്ടിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു, അവൻ വിഷം കഴിച്ച് മരിച്ച് ഇത്ര വർഷമായി, എൻ്റെ വേദന ഇപ്പോഴും എനിക്കുണ്ട്, മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മരണത്തിന് മുമ്പിൽ ഇരിക്കുന്ന, ജീവിതം എല്ലാ വഴികളും അടഞ്ഞു എന്നൊക്കെ മനസ്സിൽ തന്നെയും പിന്നെയും ചിന്തിക്കുന്ന, എല്ലാ സാധ്യതകളും അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് മരിക്കണം എന്ന് ചിന്തിക്കുന്ന ആത്മഹത്യ ഒരുപാട് പേര് ഈ ലോകത്ത് നമ്മൾ കണ്ടില്ലേലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചില വീടുകളിലുണ്ട്, ചില മുറികളിലുണ്ട്,
ചിലർ യാത്ര ചെയ്യുന്നു, ചിലർ ഇരിക്കുന്നു, ചിലർ വിഷമിച്ച് നടക്കുന്നു, ഒക്കെ ഒത്തിരി പേരുണ്ട്. ദൈവം അവരുടെ ജീവിതത്തിൽ ഇവിടെ പ്രവാചകനെ അയച്ചതുപോലെ, ഒരു പ്രവാചകനെ അവിടെ കൊണ്ടുവന്നതുപോലെ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. കേവലം കേൾക്കാൻ മാത്രമല്ല, പ്രതീക്ഷിക്കാത്തൊരു വാതിൽ അവിടെ തുറന്നിരിക്കും, പ്രതീക്ഷിക്കാത്തൊരു വഴി അവിടെ ഉണ്ടാകും. ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മൾ കാണാത്തൊരു വഴി ദൈവം നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. നമ്മൾ തുറക്കാത്ത വഴിയാ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. നമ്മൾ തുറന്ന വഴിയെല്ലാം പലതും പരാജയത്തിലെത്തി, നഷ്ടത്തിലെത്തി. ഇന്നത് കടത്തിന്മേൽ കടമാണ്, ഇന്നത് ജപ്തിയുടെ വക്കിലാണ്. നമ്മൾ തുറന്ന വഴിയാണ് ഇന്ന് ആകെ തകിടം പറഞ്ഞ് നിൽക്കുന്നത്. ദൈവം തുറന്ന ഒരു വഴിയും അത് നഷ്ടത്തിൽ ചെന്ന് നിൽക്കത്തില്ല, അത് നഷ്ടത്തിൽ ചെന്നെത്താൻ അമ്മ സമ്മതിക്കത്തില്ല. അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലും പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ അടഞ്ഞു പോകാൻ സമ്മതിക്കില്ല കേട്ടോ, സമ്മതിക്കില്ല. നിങ്ങളും പ്രാർത്ഥിക്കുന്നവരല്ലേ, വചനം കേൾക്കുന്നവരല്ലേ. എത്രയോ വഴികൾ ലോകമടച്ചു, ശത്രുക്കൾ അടച്ചു, മന്ത്രവാദി അടച്ചു, കൂടോത്രക്കാരൻ അടച്ചു. പരിശുദ്ധ അമ്മയുടെ ചിറകിൻ കീഴിൽ നിൽക്കുന്ന പ്രിയ സുഹൃത്തേ, പ്രിയ കുഞ്ഞേ, പ്രിയ കുടുംബമേ, നിൻ്റെ കുടുംബത്തിൻ്റെ, നിൻ്റെ സാധ്യതകളുടെ ഒരു വാതിലും അടഞ്ഞു പോകാൻ അമ്മ സമ്മതിക്കത്തില്ല. അത് എഴുതി വയ്ക്കണം ബുക്കിൽ, സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലേ ദൈവം വഴി തുറക്കും. ഇനി എന്നെ കേൾക്ക്, ദൈവം വഴി തുറക്കുമോ? ദൈവം വഴി തുറക്കുമോ ഇല്ലയോ എന്ന് പറയാം. ഇസ്രായേൽക്കാർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതാവാം, എന്നാലും ഒരിക്കൽ കൂടി കേൾക്കുമ്പം ദോഷം വരില്ലത്, നന്മയുണ്ടാവും. ഇസ്രായേൽക്കാർ ചെങ്കടലിൻ്റെ സമീപത്ത് നിൽക്കുമ്പം അവരുടെ മുമ്പിൽ ഒരു വഴിയും ഇല്ലായിരുന്നു. അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു വഴിയാണ് കടലിൻ്റെ അടിയിൽ, ചെങ്കടലിൻ്റെ അടിയിൽ ദൈവം തുറന്നത്. അങ്ങനെ ഒരു വഴിയുണ്ടെന്ന് ഒരു ശാസ്ത്രത്തിന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന്, ഇതിലൊരു കടലിൽ വെള്ളത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഒരു റൂട്ടുണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? അവർ വിചാരിച്ചത് ഇവിടം കൊണ്ട് തീർന്നു എന്നാണ്. ഈ സ്ത്രീയെപ്പോലെ ആകെ പ്രശ്നമായി, കുറച്ച് മാവും കുറച്ച് എണ്ണയേ ഉള്ളൂ, ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, അവിടെ ഒരു വഴിയുമില്ല, ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ് പ്രവാചക എന്ന് പറയുമ്പം പ്രവാചകനിലൂടെ ദൈവം ആ കുടുംബത്തിൽ തുറന്നതൊരു പുതിയ വഴിയാണ്. ഇതുപോലെ ഇസ്രായേൽക്കാർ അവിടെ നിൽക്കുമ്പം ഒരു വഴിയില്ല, അപ്പോൾ ദൈവം ഒരു വഴി തുറന്നു. ആ വഴിയിലൂടെയാണ് അവർ കാനാൻ ദേശത്തെത്തിയത്. എത്രയോ പേര് ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ കാനാൻ ദേശത്തെത്തിയത് ദൈവം തുറന്ന വഴിയിലൂടെയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സാക്ഷ്യം? ഒരു കുടുംബം എന്നോട് പറഞ്ഞു, ഞങ്ങൾ കന്നുകാലിക്കൂട് പോലുള്ളൊരു വീട്ടിലാണ് താമസിച്ചത്. നല്ലൊരു ഭക്ഷണമില്ലായിരുന്നു, നല്ലൊരു കസേരയില്ലായിരുന്നു, നല്ലൊരു കട്ടിലില്ലായിരുന്നു, എന്തിനു പറയണ ഒരു വീട് പോലും ഇല്ല, ഒരു നല്ല വാതിൽ പോലും ഞങ്ങളുടെ വീടിനില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു വീടുണ്ട്. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ദൈവം ഞങ്ങൾക്കൊരു വഴി തുറന്നു. ഞങ്ങളുടെ മകൻ ഇന്ന രാജ്യത്ത് പോകാൻ ഇടവന്നു. ദൈവം തുറന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ മക്കളെക്കാൾ മിടുക്കരായ പലരും ഈ ഒരു ചുറ്റളവിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മകൻ ആഗ്രഹിച്ച് അതിൻ്റെ പ്രോസസ്സ് നീങ്ങിയപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവമായിട്ട് അത് തുറന്ന് പെട്ടെന്ന് ആ കാര്യങ്ങൾ സാധിച്ചു. ചെന്നപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ അനുഗ്രഹമുള്ള ഒരു നല്ലൊരു ജോലി ദൈവം ഒരുക്കി തന്നു. കുടുംബമായി അവർ അവിടെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ദൈവം ഇന്ന് അനുഗ്രഹത്തിൻ്റെ നിലയിലെത്തിച്ചത് ദൈവം തുറന്നൊരു വഴിയിലൂടെ പോയത് കൊണ്ടാണ്. ദൈവം തുറന്ന വഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. ദൈവം തുറന്ന വഴിയിലൂടെ നിങ്ങളെ ഒരു കേടുമില്ലാതെ, ഒരു കുഴപ്പവും വരാതെ, ഒരു പരിക്കും പറ്റാതെ അമ്മ നിങ്ങളെ കൊണ്ടുപോകും. ഈ വചനങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് ചിന്തിക്കാനും ഒരുങ്ങിക്ക്. ഇതാ ഒരു കുടുംബം, എല്ലാ വഴികളും സാധ്യതകളും അസ്തമിച്ചു പോയൊരു കുടുംബം, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് നടന്നിരുന്നൊരു കുടുംബത്തെ പ്രവാചകനെ അവിടെ കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിൻ്റെ സമയം. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നെങ്കിൽ ചീഞ്ഞു നാറാൻ തുടങ്ങിയ 2 ശരീരങ്ങൾ ആ വീട്ടിൽ കണ്ടായേനെ. ഒരു 10 മണിക്കൂർ കഴിഞ്ഞ പ്രവാചകൻ അവിടെ വരുന്നെങ്കിൽ 2 പേരുടെ ജീവിതം ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടേനേയും. അതിന് മുമ്പേ, സെക്കൻഡുകൾക്ക് മുമ്പേ, മിനിറ്റുകൾക്ക് മുമ്പേ ദൈവം അവിടെ ഒരാളെ കൊണ്ടുവന്നൊരു പ്രവാചകനെ. പ്രിയപ്പെട്ടവരെ, ദൈവം തുറക്കുന്ന വഴിയിൽ അത്ഭുതമുണ്ട്. ദൈവം തുറക്കുന്ന വഴിയിൽ വലിയ അഭിഷേകമുണ്ട്. ദൈവം തുറക്കുന്ന വഴിയിൽ നല്ല വിടുതലുകളുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ഇരുന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ കേട്ട ആദ്യത്തെ കാര്യം, സ്വർഗത്തിൻ്റെ വാതിലാണ് പരിശുദ്ധ അമ്മ. ആ വാതിലിലൂടെ നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇങ്ങനെയൊരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും. അത് വിശ്വസിച്ച് ആത്മാവിലാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞ വഴികളെ ദൈവം തുറക്കും. ഈ ശുശ്രൂഷയിലൂടെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ വ്യക്തി എന്തു സംഭവിച്ചുവെന്ന് അടുത്ത ഭാഗത്തിലേക്ക് വരുന്നപ്പോൾ കാണാൻ പറ്റും. 13-ാമത്തെ വാക്യം,
മരിക്കുമെന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു. ഇനി ഒരു കാര്യം കേട്ടെ. ഈ 17-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം എത്തി നിൽക്കുമ്പം ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? വഴി അടഞ്ഞ് ശ്വാസം മുട്ടിപ്പോയോ? തകർന്നു പോയോ? വീണു പോയോ? നശിച്ചു പോയോ? ഇല്ലാതായി പോയോ? ശൂന്യമായി പോയോ? എഴുതിയിരിക്കുന്ന വാക്ക് 17-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ആ സ്ത്രീ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, കുറച്ച് മാവും കുറച്ച് എണ്ണയേ ഉള്ളൂ, എല്ലാ വഴികളും അടഞ്ഞു, പ്രവാചക ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്, ഈ അപ്പം ഉണ്ടാക്കി തന്ന് ഞാനും എൻ്റെ മകനും മരിക്കുമെന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, തീർന്നു എന്നല്ല എഴുതിയത്. അവരുടെ ജീവിതത്തിൽ ദൈവം പുതിയ വാതിലുകളെ തുറന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. വാതിലുകളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം, ഈ കേട്ട വചനത്തിൻ്റെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 3-ാം ദിവസം ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ലൊരു വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ഈ 3-ാം ദിവസം, ഈ 3-ാം ദിവസം നിനക്ക് വേണ്ടി ദൈവം തുറക്കും. ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഏത് നിരാശയോ ഡിപ്രഷനോ പരാജയമോ തകർച്ചയോ കുറ്റബോധമോ എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്? അവിടെയാണ് ദൈവം ഇന്ന് ഈ വചനം അയക്കുന്നത്. അവിടെയാണ് ദൈവം ഇന്ന് വഴി തുറക്കുന്നത്. നിങ്ങളോട് പലരും പറഞ്ഞു ഇനി വഴിയൊന്നും തുറക്കത്തില്ല, ഇനി വേറെന്തേലും പണി പോയി നോക്ക്, വേറെന്തേലും വഴി നോക്കാം. ദൈവം ഒരു വഴി നിനക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. ലോകത്തിലൊരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത വഴിയാണ് ഇസ്രായേൽക്കാർക്ക് ദൈവം തുറന്നത്. അത് ചെളിയുള്ള കല്ലുള്ള കുപ്പിച്ചില്ലുകൾ കൊണ്ട് നിറഞ്ഞ് ആകെ ബുദ്ധിമുട്ടുള്ളൊരു വഴിയല്ല, ഉണങ്ങിയ ഒരു നിലം. അത് ലക്ഷ്യത്തിലെത്തുന്ന വഴിയാണ്. ഇടയ്ക്ക് വെച്ച് വെള്ളം കയറി ശ്വാസം മുട്ടി അവർ വെള്ളത്തെ മുങ്ങിച്ചത്തു എന്നല്ല, മുങ്ങി മരിച്ചു എന്നല്ല, ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെ കൊണ്ടുചെന്ന വഴി. ഇത് നിന്നോടാ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തോടാ പറയുന്നത്. ദൈവം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു വഴി തുറന്നിട്ടുണ്ട്. ദൈവം ഒരു വഴി തുറക്കും. ഈ വഴി തുറക്കുമ്പോൾ ഈ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം ലോകം അറിയാൻ ഇടവരും. അതുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ 3-ാം ദിവസം ഈ ശാലോമിലേക്ക് അയച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ ജപമാല സഖ്യത്തിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ ഒരു സഖ്യത്തോട് ചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ ദൂരത്തും സമീപത്തും വിവിധ രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഉണ്ട്. എല്ലാവരെയും ആത്മാവിൽ ചേർത്ത് വയ്ക്കുന്നു. അനേകർ ഇനിയും ഈ സഖ്യത്തിൽ ചേരാനിടയാകട്ടെ. ഓരോരുത്തർക്കും ഒരു അനുഭവം പറയാനുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വഴി തുറന്നു എന്ന്. ഒരു വാതിലും അടഞ്ഞു പോകാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കില്ല. അതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഗുണം. ആ അമ്മയുടെ മാധ്യസ്ഥം നിനക്കൊണ്ട് നിൻ്റെ കുടുംബത്തിലുണ്ട്. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ പ്രവേശിക്കുകയാണ്. സാധിക്കുന്നിടത്തോളം നിങ്ങളും പ്രാർത്ഥിക്കണം. എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കണം. നിങ്ങളെക്കൊണ്ട് ആ സാഹചര്യത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല, ആരെയും നിർബന്ധിച്ചു ആകരുത്. ഫ്രീ, സന്തോഷമുള്ള സ്വാതന്ത്ര്യയുടെ മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് ഒരാളുടെ വഴി അടഞ്ഞു പോകരുത്. നിങ്ങൾ കാരണം അവരുടെ ജീവിതത്തിലും ഒരു വഴി തുറക്കാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി സഹായിക്കും. ദൈവം വഴി തുറക്കും. അതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആരാധനയിലേക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേനീ, വാവ യേശുനാഥ. നമുക്കെല്ലാവർക്കും ഈ ഗാനത്തോട് ചേർന്ന് പാടാം. യേശുനാഥ,
വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ പ്രാണനാഥൻ. ചേർന്ന് നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥ, ഒന്ന് വിശ്വാസത്തോടെ ചേർന്ന് പാടുകേ. വാവാ യേശുനാഥ, യേശുവേ, വാവാ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 3-ാം ദിവസം നമ്മളൊരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ദിവസം മുതൽ 3-ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ആരാധനയിൽ സമർപ്പിക്കുന്നത് ഇന്ന് കേട്ട വചനത്തോട് ചേർത്താണ്. അതാണ് വെളിപാട് ഗ്രന്ഥം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഇതൊരു നിങ്ങൾക്കുള്ളൊരു ദൂതാണിത്. ഇത് നിങ്ങളോട് ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്ന സ്വരമാണ്. ഇതാ ഒരു വാതിൽ ദൈവം നിങ്ങൾക്കായി തുറക്കുന്ന സമയം. ദൈവം ഒരു വാതിൽ തുറക്കും. വിശ്വസിക്കുന്നവർ അതൊന്ന് വിശ്വസിക്കാമോ? ദൈവം ഒരു വാതിൽ തുറക്കും. എന്നെ കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതാണ്, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സ്ഥാപിച്ചിരിക്കുന്നു. അതാർക്കും പൂട്ടാൻ കഴിയില്ല. ഒരുപാട് വഴികളും വാതിലുകളും നമ്മുടെ അനുഭവത്തിലുണ്ട്. അതൊക്കെ പലതും പൂട്ടിപ്പോയി, പലതും നമുക്കത് വിഷമവും നിരാശയും തന്ന വാതിലാണ്. പക്ഷേ ഈ വാതിൽ അങ്ങനെയല്ല. ഇത് ദൈവം നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ട് സ്ഥാപിച്ചിരിക്കുന്ന, മറ്റൊരാൾക്ക് പൂട്ടാൻ കഴിയാത്ത വാതിലാണ്. അങ്ങനെ ഒരു വാതിൽ തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ചിലർ പറയാറില്ലേ, ഒത്തിരി പേരുടെ പ്രാർത്ഥനാ നിയോഗ, ദൈവം ഒരു വാതിൽ തുറന്നിരുന്നെങ്കിൽ, ദൈവം എന്നെ ജീവിതത്തിൽ ഒരു വാതിൽ തുറന്നായിരുന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ ആ നിയോഗം മുഴുവൻ ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിലെ ഇന്നും ജീവിക്കുന്ന ദൈവസാന്നിധ്യത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, സ്തുതിക്കുകയാണ്. സ്തുതിക്കുമ്പോൾ ദൈവം ആ ഒരു സ്തുതിപ്പിൻ്റെ ഭാഗമായി ഒരു വാതിൽ തുറക്കും. ഇന്നലത്തെ ആരാധനയിൽ പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ? പൗലോസും ശീലാസും സ്തുതിച്ചപ്പം ചങ്ങലകൾ പൊട്ടിയെന്ന് മാത്രമല്ല, അവരുടെ മുമ്പിൽ അടച്ച് പൂട്ടിയ വാതിൽ, അത് ജയിലിൻ്റെ വാതിൽ, നമ്മുടെ വീടിൻ്റെ മുറികളിൽ സ്ഥാപിച്ചിരിക്കുന്ന നോർമൽ വാതിലല്ല, ഒരു ജയിലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാതിൽ. അത് ഇടിച്ചാലും കുത്തിയാലും ഒന്നും പെട്ടെന്നൊന്നും ആർക്കും തകർത്ത് പുറത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത അത്ര ശക്തിയുള്ള വാതിലാണ്. ആ വാതിലിനെ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം തുറന്നു തന്നു. ദൈവം ഒരു വാതിൽ തുറക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് അല്പം ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ ജീവിതത്തെ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥമൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് സകല രക്തസാക്ഷികളോടും സകല വിശുദ്ധരോടും ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ ബലികളോടും ചേർത്ത് ഈ ആരാധനയിൽ ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ചേർത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിർത്തിക്കൊണ്ട് ഈ ആരാധനയിൽ നിങ്ങളുണ്ട്. ഈ ആരാധന നിങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുമ്പോൾ ദൈവം ഒരു വാതിൽ തുറക്കും. എത്രയോ പേര് നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ശരിയാകില്ല,
ഇനിയൊരു വാതിൽ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വിഷമമൊന്നും വിചാരിക്കണ്ട. ഞാനത് പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്. എല്ലാ വഴികളും അടഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ അതങ്ങ് ഉൾക്കൊള്ളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല ദൈവത്തിൻ്റെ കൃപയും ശക്തിയും പ്രവർത്തിക്കുന്നത്. ദൈവം ഒരു വാതിൽ തുറക്കും. എത്ര അടഞ്ഞിരിക്കുന്നതാണേലും അത് വിശ്വസിച്ച് ഒന്ന് കണ്ണുകൾ സാധിക്കുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് അടച്ച് വിശ്വാസത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബത്തെയും ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വാതിൽ ഇവർക്കായി അങ്ങ് തുറക്കണമേ. അനുഗ്രഹത്തിന്റെ ഒരു വാതിൽ തുറക്കണമേ. സൗഖ്യത്തിന്റെ ഒരു വാതിൽ തുറക്കണമേ. വിടുതലിന്റെ ഒരു വാതിൽ തുറക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു വാതിൽ ഇവർക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണമേ. ഏത് ശക്തിയോ ഏത് സാന്നിധ്യമോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെ അടച്ച് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം ആ അടച്ചു പൂട്ടിയ വഴികളെ തകർത്ത് ദൈവം ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം മറ്റൊരു വാതിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കാൻ പോകുന്നു. ദൈവം ഒരു വാതിൽ തുറക്കും. ദൈവം ഒരു വാതിൽ തുറക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റുപറയുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു. അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കൽ കൂടി ഈ നിയോഗത്തെ എല്ലാം ചേർത്ത് വെച്ച് നിങ്ങളോട് ആരാധനയുടെ മുമ്പിലിരുന്ന് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ഒരു വാതിൽ തുറക്കും. ആമേൻ. വിശ്വസിക്കുന്ന കർത്താവേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ ലുത്തിനിയയിലുള്ളൊരു വാക്കുണ്ട്, സ്വർഗത്തിൻ്റെ വാതിലെ വാതിൽ. അതായത് അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നറിയാമോ? അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ പോലും അടഞ്ഞു പോകാൻ അമ്മ സമ്മതിക്കില്ല. ആമേൻ. നിങ്ങളുടെ വീടിനെ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഇത് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കൊരുക്കമായുള്ള ദിവസത്തെ ശുശ്രൂഷകളാണ്. ഒരു വാതിൽ, ഇന്നു വരെ 1000 വാതിൽ അടഞ്ഞു പോയിക്കൊള്ളട്ടെ, ചെയ്തതെല്ലാം പരാജയം, തൊട്ടതെല്ലാം തോൽവികൾ, എവിടെയും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. എല്ലായിടത്തും എനിക്ക് കിട്ടിയത് അടിയും തിക്താനുഭവങ്ങളും മാത്രം. എനിക്ക് തോന്നുന്നത് എൻ്റെ ബുദ്ധിയിൽ എല്ലാ വഴികളും അടഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുമ്പം ഇനിയൊരു വാതിൽ, അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ അടഞ്ഞു പോകാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം, വഴികളെ തുറക്കുന്ന സാന്നിധ്യം ഉണ്ടാവും. യേശു നിങ്ങളോട് പറയുന്നു, ദൈവം ഒരു വാതിൽ തുറക്കും. ഈ വചനം പറയുമ്പോൾ ഇതെപ്പോഴാണ് ഇതൊരു പാട്ട് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് നിങ്ങളോട് അത് ശ്രദ്ധിച്ചത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെളിപാട് ഗ്രന്ഥം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ എഴുതിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനായ യോഹന്നാനായ ഞാൻ. ഏത് യോഹന്നാനാന്ന് എഴുതിയിട്ടുണ്ട്? സഹനത്തിലും പീഡകളിലും പങ്കു ചേർന്ന യോഹന്നാനായ ഞാൻ. നമ്മളൊരാളോട് പറയില്ലേ, ഇത്രയും വിഷമിക്കുന്ന ഞാൻ, ഇതുപോലെ യോഹന്നാൻ പറയുവാണ്, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന യോഹന്നാനായ ഞാൻ. എന്നിട്ട് എന്താ എഴുതിയെന്നറിയാമോ? യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തെയും പ്രതി ഞാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എന്താണ് പത്മോസ്? അതൊരു ദ്വീപാണ്. ഒറ്റപ്പെട്ടു പോയ യോഹന്നാൻ, എല്ലാ വഴികളും ജീവിതത്തിൽ അടഞ്ഞു എന്ന് തോന്നി വളരെ വിഷമത്തിൽ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ ആയിരിക്കുമ്പം ഒരു കാര്യം സംഭവിക്കുകയാണ്. അങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ. ഞാൻ നോക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞതായി കണ്ട് അങ്ങനെ തകർന്നിരുന്ന് ദൈവ സാന്നിധ്യത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ പിറകിൽ നിന്ന് കാഹളത്തിൻ്റേതുപോയൊരു സ്വരം ഞാൻ കേട്ടു. എന്നിട്ട് പറഞ്ഞു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണമെന്ന് യോഹന്നാനോട് പറഞ്ഞു. പ്രിയപ്പെട്ട, ഇത് എഴുതിയിരിക്കുന്ന അടുത്ത പാട്ട് പാടുന്ന പോലെയാണ്. എന്നോട് സംസാരിച്ച സ്വരം എന്താണെന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അടഞ്ഞ ഒരു വാതിൽ കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, തുറന്ന ഒരു വാതിൽ യോഹന്നാൻ കണ്ടു.
എന്നിട്ട് എന്താ കണ്ടെന്ന് എഴുതിയത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 12-ാമത്തെ വാക്യം, എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കി. സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോട് ചേർന്ന് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെ, വെൺകമ്പിളി പോലെയും ധവളം പോലെയും, നയനങ്ങളോ തീജ്വാലകൾ പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെ. അവൻ്റെ വലതുകൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവല വായ്ത്താൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. പത്മോസ് എന്ന ദ്വീപിലിരിക്കുമ്പോൾ നിരാശയല്ല യോഹന്നാൻ കണ്ടത്. ആത്മാവിൽ ലയിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ നിരാശയും മരണമല്ല കണ്ടത്, ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന സാന്നിധ്യമാണ് ആ തുറന്ന വാതിലിൽ കണ്ടത്. നിങ്ങളും ഒരുപക്ഷെ ഒരു പത്മോസിലായിരിക്കാം, ഒരു വേദനയിലായിരിക്കാം, ഒരു തകർച്ചയിലൂടെ കടന്നു പോവുമായിരിക്കും. എല്ലായിടത്തും നോക്കിയപ്പോൾ നിരാശ മാത്രം തരുന്ന വാതിലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. വാക്കുകൾ കൊണ്ട് വാതിലടയ്ക്കുന്നവർ, കുറ്റം പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുന്നവർ, ശപിച്ചുകൊണ്ട് വാതിലടയ്ക്കുന്നവർ. എന്നാൽ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ ഇരിക്കുമ്പോൾ ചുറ്റും അടഞ്ഞ വാതിലാണെങ്കിൽ പിറകോട്ട് കേട്ട സ്വരം തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് തുറന്ന വാതിലിൽ സ്വർണത്തിൻ്റെ തിളക്കത്തോടുകൂടെ നിൽക്കുന്ന ദൈവസാന്നിധ്യമാണ്. ഇത് കണ്ടിട്ടാണ് ഒരു പാട്ടുകാരൻ എഴുതിയത്. ഏതോ ഒരു പാട്ടുകാരൻ, ആ പേരെനിക്കറിയില്ലെങ്കിലും ഹൃദയത്തിൽ നിന്നെഴുതി ഈ വചനം ഒരു പാട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7 വിളക്കിൻ്റെ നടുവിൽ. ഈ ഗാനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാനുണ്ടായ ഒരു അനുഭവം ഉണ്ടാകട്ടെ. യോഹന്നാനുണ്ടായ ഒരു അനുഭവം, ദൈവം ചേർന്ന് നിൽക്കുന്ന അനുഭവം. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് യോഹന്നാനോട്. ആ യോഹന്നാനോട് പറയുന്ന വാക്കാണ്, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്തൊരു വാതിൽ ഞാനിതാ സ്ഥാപിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ പത്മോസിലിരിക്കുന്നവരോട്, ജീവിതത്തിൻ്റെ തകർച്ചയിലിരിക്കുന്നവരോട്, നിങ്ങളോടാ ദൈവം പറയുന്നേ, ഇന്ന് ആർക്കും ഇനി തൊട്ട് പൂട്ടാൻ കഴിയാത്ത അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ ഇതാ നിനക്കായി, നിൻ്റെ കുടുംബത്തിനായി ഞാൻ തുറക്കുന്നു. നമുക്ക് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്ത് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഒന്ന് പാടാം. 7 വിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനാ. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ കണ്ടതാണ്. 7 വിളക്കിൻ നടുവിൽ എങ്ങനെയാണ്? ശോഭ പൂർണ്ണനാ. മാറത്ത് പൊൻകച്ചയണിഞ്ഞ് കാണും യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ചൊന്ന് പാടാമോ? ആദ്യനും യേശുവേ, ഈ വചനം ഞങ്ങൾ പാടുമ്പോൾ, ഈ പ്രാർത്ഥന ഞങ്ങൾ പാടുമ്പോൾ കർത്താവേ, ഈ കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ. ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ യേശുവേ. ഓരോ നിയോഗങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു, ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നു. പത്മോസ് എന്ന ദ്വീപിലായിരിക്കാം നിങ്ങൾ, വളരെ ഒറ്റപ്പെട്ട ഒരു നിലയിലായിരിക്കാം. ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ. ഒന്നും കൂടെ ചേർന്ന് പാടുന്നു. അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ.
വചനം കേട്ടപ്പോൾ ഒരു കാര്യം കേട്ടു. വചനം വായിച്ച് ധ്യാനിച്ചപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രവാചകനായ ഏലിയായോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയി താമസിക്ക്. അപ്പോൾ പ്രവാചകൻ ചിന്തിച്ചു, എവിടെ കിടക്കും? അവിടെ എനിക്ക് വീടില്ല, എന്ത് ഫുഡ് കഴിക്കും, എവിടെ കുടിക്കാൻ, എവിടെ നിന്ന് വെള്ളം കിട്ടും? അപ്പോൾ ഇത് മനസ്സിലാക്കി ദൈവം ഈ പ്രവാചകനോട് പറഞ്ഞു, അതൊക്കെ നിനക്ക് തരാൻ ഞാനൊരു വിധവയോട് പറഞ്ഞിട്ടുണ്ട്, നീ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് വിറക് പെറുക്കുന്നൊരു സ്ത്രീയെ കാണുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, കുടിക്കാൻ ഒരല്പം വെള്ളം. ആ സ്ത്രീ അതെടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, കുറച്ച് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരണം, ഞാൻ അല്പം പട്ടിണിയിലാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാണ്, വിഷമത്തിലാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, പ്രവാചക, അപ്പം തനക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞതാണ്. ഞാനും എൻ്റെ മകനും അല്പം ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് രാത്രി മരിക്കാനിരിക്കുകയാണ്. എല്ലാ വഴികളും അടഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെ. പക്ഷെ അവിടെ വഴി അടഞ്ഞു എന്നാണോ? പ്രവാചകൻ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയി അപ്പവും വെള്ളവും എടുത്തുകൊണ്ട് വാ. അതവൻ്റെ ജീവിതത്തിൽ പ്രവാചകനെ അയച്ചത് ഒരു വഴി തുറക്കാനാണ്. പ്രവാചകനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് അയച്ചത് ഒന്ന് കാണാനും കേൾക്കാനും അല്ല, ഒരു വഴി തുറക്കാനാ. അങ്ങനെയെങ്കിൽ ഈ ആരാധന നിങ്ങൾ പങ്കെടുത്തെങ്കിൽ, നിങ്ങളിതിൽ സംബന്ധിച്ചെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ, ഇതൊരു വഴി തുറക്കാൻ കാരണമാകും. ഇത് വഴി അടയ്ക്കാനല്ല, വഴി തുറക്കാനാ. അങ്ങനെയെങ്കിൽ ഈ ആരാധനയുടെ സമാപന സമയം നിങ്ങൾ എഴുതി അറിയിച്ച, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഈശോയിലേക്ക് കൊടുക്കുന്നു. വഴികൾ അടഞ്ഞവരുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുണ്ട്, യോഹന്നാനെ പോലെ പത്മോസിൽ കഴിയുന്നവരുണ്ട്. ഒറ്റപ്പെട്ടവനായും തള്ളപ്പെട്ടവരായും പലരുടെയും പഴികളും ശാപവാക്കുകളും കൊണ്ട് കേട്ട് മടുത്ത് ഇനി എന്തിനിത് കേൾക്കണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്കായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. തകർന്നവരും തളർന്നവരുമുണ്ട്. പക്ഷെ ദൈവം നിന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വഴി നിനക്കായി തുറക്കും. ഈ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുമ്പം നിങ്ങളും പറയും, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു വാതിൽ തുറന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാമോ? മുട്ടിന്മേൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിൽക്കുക. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഒരു വാതിൽ തുറക്കട്ടെ, ഒരു വാതിൽ തുറക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ദൈവവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന, ബലം നൽകുന്ന ആ നല്ല സാന്നിധ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വചനം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ഏറ്റുചൊല്ലുക.